നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തുടങ്ങി. ലയബിലിറ്റി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ലയബിലിറ്റി ഉണ്ടാകത്തെ ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം NLC കൊടുക്കേണ്ടത്. അവരോട് ചോദിക്കാൻ എനിക്കറിയില്ല. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച ചോദ്യത്തിൽ ക്ഷുഭിതനായാണ് പ്രതിപക്ഷ നേതാവ് അല്പം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് മടങ്ങിയത്. ഞാൻ കണ്ടില്ല. തീരുമാനം പ്രഖ്യാപിക്കും, നാളെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് ഒരു തിരക്കുമില്ല. കോൺഗ്രസ് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങളുമുണ്ട്. ദേശീയ നേതാക്കന്മാർ രാഹുൽജി, ഖാർഗെജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സമയം കൊണ്ട് നോക്കിയിട്ടാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നത്. സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ നമുക്കറിയാം മിസ്ത്രിജിയാണ്. അദ്ദേഹം ഇന്ന് ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ സമയം കൊണ്ട് നോക്കിയിട്ടാണ് സ്ക്രീനിങ് കമ്മിറ്റി നിശ്ചയിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഡയാലിസിസിന് വിധേയനായിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം നാളെ വരും. സ്ക്രീനിങ് കമ്മിറ്റി കൂടും. നെക്സ്റ്റ് ടൈമിൽ നാളെ തന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥികളെ ടുമോറോ ഐ വിൽ സേ. തളിപ്പറമ്പിലെ CPM-ലെ പൊട്ടിത്തെറിയെ കുറിച്ചൊന്ന് പറയാം. തളിപ്പറമ്പിൽ മാത്രമല്ല, കേരളത്തിൽ CPM അതിശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ CPM വിട്ടു വരുന്നവർക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ഉണ്ടാവും. അത് ഞങ്ങൾ ഓരോ സാഹചര്യവും വിശദമായിട്ട് പരിശോധിച്ച് തീരുമാനിക്കും. തളിപ്പറമ്പിൽ മാത്രമല്ല, പല സ്ഥലത്തുണ്ട്. ജനങ്ങളുടെ ഹൈക്കമാൻഡ് CEC തീരുമാനിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലാണ് KPCC അധ്യക്ഷൻ ഇപ്പോൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഒരു തിരക്കുമില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ. നാളെ യോഗം ചേരാൻ പോവുകയാണ്. അതിനുശേഷം അന്തിമമായി സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തയ്യാറാക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.